എന്നാ ശരിക്കും പറഞ്ഞ ഒരു രാജകുമാരിയെ പോലെയാണല്ലേ ഞാൻ വന്നിരിക്കുന്നത്. ആരാ പറഞ്ഞേ? അല്ല, രാജകുമാരിയുടെ കാര്യം പറയുമ്പോ അഖിലേട്ടാ ഇന്നിവിടെ രണ്ടുപേരുടെ ഹൽദിയാണ്. ഓ അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഇരിക്കാൻ പോയപ്പോ എന്നോട് പറയാം ഞങ്ങളുടെ അത് പോവുന്ന്. ഇതൊന്നുമല്ല ഹൽദി എന്ന് പറയുമ്പോ ഈ എക്സ്പ്രഷൻ കാണിക്കുമ്പോ ആമ്പിളർ എന്താണ് കാണിക്കേണ്ടത്? എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ട് അതാണോ? ഡയാന മഞ്ഞ ചുരിദാർ എന്താണ് സാധനത്തിന്റെ പേര്? അറിയത്തില്ല. ഇതുകൊണ്ട് വന്നപ്പോ ഈ കുട്ടിയെങ്കിൽ എവിടെന്നാ പോയി ഒരു മഞ്ഞ ഷർട്ട് ഒപ്പിച്ചോണ്ട് വന്ന് അവളവിടെ തിരിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ് എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നെങ്കിൽ അതല്ല അതിന്റെ കാരണം. ഇന്ന് നമ്മുടെ അഖിൽ ഇത്രയും ക്യൂട്ടായിട്ട് വന്നതിന്റെ റീസൺ ബിക്കോസ് സെന്റ് തെരേസാസിലെ ഒരു കൂട്ടം ആൾക്കാരാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ നാട്ടുകൂട്ടത്തിനെ പരിചയപ്പെടാം. ഹലോ, പരിചയപ്പെടുന്ന ശരിക്കും ആവശ്യമില്ല. അരുണിമ ടീച്ചർ നമസ്കാരം. ഹലോ ഹലോ ഹായ് എവരിവൺ. ഡാൻസ് ആണ് ഞങ്ങൾ കണ്ടത്. ഈ ടീച്ചറിന്റെ ഡാൻസ് എന്നാ വൈറലായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇത് എന്നാ ഫംഗ്ഷൻ ആയിരുന്നു അത് നിങ്ങളുടെ കോളേജിന്റെ? ഞങ്ങളുടെ കോളേജ് അല്ലായിരുന്നു, ഞാൻ ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോയതായിരുന്നു. ഓ, അവിടെ പോയാണ് ഇങ്ങനെ ഒരു പെർഫോമൻസ് കാണിച്ചത്. അതെ, അതെ. അപ്പൊ സ്വന്തം കോളേജിൽ എങ്ങനെയായിരിക്കും പെർഫോമൻസ്? സ്വന്തം കോളേജിൽ അതിൽ ഡബിൾ ആണ്. ടീച്ചർ ഒന്നും അല്ല, ഓൺലി ഇൻസൈഡ് ദ ക്ലാസ്. ഓക്കെ ഓക്കെ. അത് എന്ത് ഭരതനാട്യമാണോ പഠിപ്പിക്കുന്നത്? ഭരതനാട്യമാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ ഈ പിള്ളേർ ഇവരെല്ലാരും എന്റെ ഭരതനാട്യം MA ഫസ്റ്റ് ഇയർ ബാച്ചിലെ കുട്ടികളാണ്. ഞാൻ ഇവരുടെ ക്ലാസ് ടീച്ചറാണ്. മൊത്തം അതെ, നമ്മള് മിമിക്രി ആർട്ടിസ്റ്റ്. അത് കറക്റ്റ്, അത് കറക്റ്റ്. നല്ല കൈയ്യെടുത്ത ആ ഒരു കോമഡിക്ക്. അതെ, നല്ലതായിരുന്നു. നല്ല നിലവാരമുള്ള ഒരു കോമഡി ആയിരുന്നു. അപ്പൊ എന്തായാലും ടീച്ചറിന്റെയും പിള്ളേരുടെ ഡാൻസ് ഒക്കെ ഞങ്ങൾക്ക് കാണണം. അതിനുമുമ്പ് നമുക്ക് നമ്മുടെ പരിപാടി ഒന്നും ഓണാക്കണ്ടേ? കിറ്റ് കാണണ്ടേ? എന്നാ കോമഡി മാസത്തിൽ വരുന്നു അടിപൊളിയായിട്ടുള്ള ഒരു സ്കിറ്റ്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി പ്രസാദം. അമ്പലത്തിൽ പോയി വരികയാണോ? അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോടു ഞാൻ എന്റെ പരിഭവം പോയി പറഞ്ഞു പോയി ഞാൻ. മോളുടെ പേരെന്തായിരുന്നു? ശ്വേത. ശ്വേതാമരപ്പൂവിൽ നിലാക്കടലിൽ പൂക്കും പുണ്യമല്ലോ നീ. ഏതോ ഒരു പരിപാടിയിലൊക്കെ ഉള്ളതല്ലേ? ഞാൻ കോമഡി മാസ്റ്റേഴ്സിന്റെ ആങ്കർ. ശരി ശരി ശരി. പേരെന്തായിരുന്നു? എലീന പഠിക്കൽ. എലീന എലീന കരളെ നീ കൈ പിടിച്ചാൽ പ്രസാദം. അയ്യോ, കരളെ നീ കൈ പിടിച്ചാൽ, കയ്യെ പിടിച്ചാൽ ഞാൻ കൈ അടിച്ചു അടിക്കും. പ്രസാദം എല്ലാവർക്കും തരാം. പിടി. അതിന് പറ്റാകരകോ. പേരെന്തായിരുന്നു മോന്റെ? ഡോക്ടർ അഖിൽ. ഡോക്ടർ അഖിൽ. അഖിലാണ്ട മണ്ഡല മണി ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ് നീന്തി കുളിച്ചു. മോള് കൊടുത്തോ. പേരെന്തായിരുന്നു? ആലിസ്. ആലിസായന്തനം എന്റെ പേരും അഖിലാണ്. സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ. മൊഴി നെടുമങ്ങാടുള്ള സ്ഥലമല്ലേ? തുടങ്ങുമ്പോ പൊളിക്കല്ലേ. ഉള്ള പേരാ ഡയാന. ഡയാന കൊടുത്താലും കിളി ആശ കൊടുക്കാമോ വെച്ചോ. ഇതെന്തായിരുന്നു? ഇത് മുന്തിരി മാമ. അല്ലാതെ മുഖമൂടിയോ ചാപ്പല്ലെന്ന് എനിക്കറിയാം. ഒരെണ്ണം എടുത്തോട്ടോ മോനെ. എടുത്തോ. ആയി, നല്ല കൊള്ളാം. മുന്തിരി പാടം പൂത്തു നിക്കണം, മൊത്തത്തിൽ കൊണ്ടുപോവാമോ? നെഞ്ചിൽ കാത്ത് വെച്ചോളാം. ഒരു മുന്തിരി എടുത്തതിനാണ് ഇത്രയും കുഴപ്പം. ഒറ്റക്കിരുന്ന് കഴിക്കാം എല്ലാം കൂടാ. ഒരു പാവപ്പെട്ട ഒരു മാമ ഇവിടെ വീട്ടിലുണ്ട്. ആരും നോക്കാനും ഇല്ല. എന്ത് ചെയ്യും? നിങ്ങറിയാവുന്നല്ലേ? എവിടെ പോയി? ഗുളിക കാണാനില്ല. ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്ക് കത്തിച്ചു വെക്കാൻ പോലും ആരും ഇല്ല. ഊരിൽ കാവിന്റെ മുറ്റത്തെ മുല്ലയ്ക്ക് വെള്ളം ഒഴിച്ചാന്തോ. എന്തോ ആവട്ടെ, തൈലമൊക്കെ തേച്ച് കളയാം. എന്റെ കാര്യം നോക്കാം. ഇവിടെ ഒരു അമ്പിളി അമ്മ താമരക്കുട്ടനുണ്ടായിരുന്നു. അയ്യോ, തൈലവും കുഴപ്പമൊക്കെ തേക്കാനാണ് അവനെ ഇവിടെ കൊണ്ട് നിർത്തിയിരുന്നത്. പക്ഷെ ഒരു കാര്യത്തിനും ഇല്ലാന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ. അഴകാലിലെ മഞ്ഞച്ചരലിലെ കൂന്താലി. കൂന്താലിയാ? എന്ന് പറയാത്ത വാക്യം. കാതോട് കാതോരം കാതോട് കണ്ണും കണ്ണും ചെത്തിപ്പൂ മുന്നു വിരിഞ്ഞു. മലവേലെ തിരിവച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതോകും പെണ്ണല്ലോ ഇടുക്കി. അത് കിടുക്കി. എല്ലാം ഞാൻ ചെയ്യണം. അവനാണെങ്കിൽ ഒരു കാര്യത്തിനും വയ്യ. ചവറ് കൊണ്ട് കൂട്ടിയിട്ടേക്കുന്നത് അതുപോലും വാരിക്കളയാതെ എവിടെ പോയിരിക്കുന്നു. ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ വയ്യ. എല്ലാം ഞാൻ തന്നെ ചെയ്യണം.
ആടാ പ്രായമായില്ലേ ഒന്നിനും വയ്യ. അല്ല എല്ലാരും കേട്ടോ, എനിക്ക് ആളിനെ പിടികിട്ടി. ഇത് അമ്പിളിക്കുട്ടന്റെ മാമനാണ്. അത് എപ്പോഴെന്നറിയാം, ഇപ്പൊ ചവറൂരി കുട്ടയിൽ വെച്ചില്ലേ, അപ്പൊ ഞാൻ ഫിക്സ് ചെയ്തു. ഇത് ഉറപ്പാണ്, ഇത് അമ്പിളിക്കുട്ടന്റെ മാമൻ. ഇത് തുറച്ചു വെച്ചാ കേൾക്കുന്നില്ലല്ലോ വാർത്തകളൊന്നും. ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ വാർത്തകൾ വായിക്കുന്നത് രാമേന്ദ്രൻ. രാമചന്ദ്രൻ. പ്രശസ്ത നർത്തകി ലിയോണ അന്തരിച്ചു. അയ്യോ പാവം. അറ്റാക്ക് ആയിരുന്നു മരണകാരണം. ഇപ്പൊ ആഹാര രീതി ശരിയായിട്ടുണ്ട്, പല അറ്റാക്കുകളും വരുന്നുണ്ട്. ഒരു കൂട്ടം തെരുവ് പട്ടികൾ അറ്റാക്ക് ചെയ്യുകയായിരുന്നു. ചിതാഭസ്മം വർക്കല പാപനാശത്തിൽ നിമഞ്ജനം ചെയ്യാനിരിക്കെ മോഷണം പോയി. ചിതാഭസ്മം മോഷണം പോയാ അതേത് വേണ്ടടാ, ചിതാഭസ്മൊക്കെ മോഷ്ടിക്കുന്നവന്. എല്ലാരും ഉണ്ടല്ലോ. പിന്നെ മറ്റേ സിനിമാടി മരിച്ചറിഞ്ഞ ലിയോണ നർത്തകി ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഇതുവരെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ പാവനാശത്ത് കാറ്റ് കൊള്ളാൻ പോയിരുന്നപ്പോ അവിടെയാണ് മറ്റേ പബ്സ് എന്തോ പറയുന്നത്, അതോ ഒഴുക്കാൻ കൊണ്ടുവന്നത്. ഞാൻ അതിന്ന് കുറച്ച് കൈയിട്ട് ഒരു ഡപ്പിലാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി എന്റെ കൂടെ കാണും എന്നും ലിയോണ. അയ്യോ കണ്ടാ, വിളക്ക് വെച്ച് പൂജിക്കണം. ഹലോ ഹലോ ഹലോ, നോർത്ത് സ്റ്റേഷൻ SI ആണേ. പറയൂ. അമ്പിളിക്കുട്ടല്ലേ? അമ്പിളിക്കുട്ടനാണ്. നിങ്ങളെ പറ്റി ഒരു പരാതി കിട്ടിയിട്ടുണ്ടല്ലോ. എന്തോ സാറേ? നാട്ടുകാർ മൊത്തം ഉപദ്രവം ഉണ്ടാക്കുകയാണെന്ന്. നിങ്ങളുടെ കാര്യം ചെയ്യണം, നാളെ രാവിലെ 10 മണിക്ക് സ്റ്റേഷനിൽ പറഞ്ഞാൽ എനിക്കൊന്ന് കാണണം. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളെ കുറിച്ച് എനിക്ക് പരാതി കിട്ടിയിട്ടുണ്ട്. നിങ്ങളും നാട്ടുകാരെ ഉപദ്രവിക്കുന്നു, അതായത് വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നവർ ഉപദ്രവിക്കുന്നു, ഹെൽമെറ്റ് വെക്കാതെ പോകുന്നവർ ഉപദ്രവിക്കുന്നു. ഞാൻ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടാൻ വന്നിട്ടുണ്ടോ? എന്താ നിങ്ങൾ എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? എന്ത് പറഞ്ഞാലും നാളെ രാവിലെ 10 മണിക്ക് സ്റ്റേഷനിൽ പറഞ്ഞാൽ എനിക്ക് തന്നെ കാണണം. ശരി, ഒരു കാര്യം ചെയ്യാം. നാളെ ഞാൻ 10 മണിക്ക് സ്റ്റേഷനിൽ വരാം. മറ്റന്നാ ഒരു രാവിലെ ഒരു 10 മണിക്ക് സാർ എന്റെ വീട്ടിലോട്ട് പോവാ. എനിക്ക് സാറിനെ ഒന്ന് കാണണം. പിന്നെ ഞാൻ എടുത്തോളാം. അയ്യോ, 78 കിലോമീറ്റർ എടുത്താ പൊങ്ങലെന്നുള്ള കൗണ്ടർ പറയാൻ മറന്നു. കുഴപ്പമില്ല, അടുത്ത സ്കിറ്റ് പിടിക്കാം. മാമേ ചന്ദ്രമാമേ കണ്ട്. ഓ മാമൻ ചന്ദ്രമാമ. ഇതിന്റെ ഇടയിൽ എന്തോന്ന്? എന്റെ ഗുളിക തപ്പിയത്. പുലി എവിടെ? നീ എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചു വയ്ക്കുമല്ലോ, കാണാനില്ല. ഞാൻ അടുത്തൊന്നുമില്ലെന്ന്. ഞാൻ എടുത്തൊന്നുമില്ല. നീ എവിടെ പോയിരുന്നു? ഞാന് ഒരു ജോലിക്ക് ഇങ്ങനെ ശ്രമിച്ചോണ്ടിരിക്കുകയാണ് ഗൾഫിൽ. അപ്പൊ പാസ്പോർട്ട് ഓഫീസിൽ ഇത് കൊടുക്കണമായിരുന്നു, പാസ്പോർട്ടിന്റെ ഒക്കെ. ഓ ശരി. അപ്പൊ ഞാൻ അവിടെ പോയി ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു പാസ്പോർട്ട് ഓഫീസിൽ. അവർ ഇന്നലെ വിളിച്ചിരുന്നു. പാസ്പോർട്ടിന്റെ ഫോട്ടോ കിട്ടി. വെറുതെ ഗൾഫിൽ മണലാനത്തിൽ പോയി കിടന്ന് കഷ്ടപ്പെടണോ, വല്ല സിനിമയിലും അഭിനയിച്ചൂടെ, സുന്ദരനല്ലേ? 1 2 3 4. ജോലിക്ക് വല്ലതും പോകാൻ പറഞ്ഞപ്പോ പാസ്പോർട്ട് എടുക്കാൻ പറ്റും, പാസ്പോർട്ട് എടുക്കാൻ പറ്റും. അങ്ങ് വിളിച്ചേക്കരുത് നിന്നെ. എന്നെ ഗൾഫിൽ ജോലിക്ക് വിളിച്ചിട്ടുണ്ട്. നീ കാരണം എനിക്കൊരു ജോലി ഇവിടെ നിവൃത്തിയില്ലാത്ത. എടാ, ആ ബാത്റൂമിലൊക്കെ വെള്ളം എടുത്ത് വെക്കാൻ പറഞ്ഞില്ല, നീ ചെയ്തായിരുന്ന? എനിക്ക് ഒറ്റ കിടത്തു പോകാൻ പറ്റുമോ? കക്കൂസിൽ രാവിലെ ഞാൻ പെടാപ്പാട് വിട്ടാണ് വെള്ളം എടുത്തോണ്ട് പോയത്. എടാ, കക്കൂസിൽ ചെന്നിരുന്നപ്പോഴേ പുറകിന്നൊരു വിളി. ഇത്രയും പ്രായമില്ല, ഇനി നമ്മള് പിടിച്ചാലും നിൽക്കും. പുറകിലത്തെ വീട്ടുകാർ കിടന്ന് വിളിക്കുന്നു. അവരെ വീടിന്റെ അതിലല്ലേ നമ്മുടെ കക്കൂസ് ഇരിക്കണേ, ഇളക്കി മാറ്റാൻ. പക്ഷെ എനിക്കൊരു ഉപകാരം, ഞാൻ മിണ്ടാതിരുന്ന് കേട്ടോ. പിന്നെ അവിടെ ഇരുന്നപ്പോഴാണ് എനിക്കൊരു കഥ ഓർമ്മ വന്നു. സിനിമയ്ക്ക് പറ്റിയ ത്രെഡ്. അതുവഴി എനിക്ക് സിനിമയിൽ കയറാം. ഞാൻ കക്കൂസിൽ പോയിട്ട് വരട്ടാ. നിനക്ക് കക്കൂസിനകത്ത് വഴിയോട്ട് വെച്ചേക്കുന്നില്ല സിനിമയിൽ കയറാൻ. കക്കൂസിലോട്ട് പോയിട്ട് വരട്ടാന്ന്. നിനക്ക് സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഒരു അന്ന് നിനക്കൊന്നും അറിയില്ല. ആര് പറഞ്ഞു? നിനക്കൊന്നും അറിയില്ല. ഞാനും സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. ആഹാ, ഞാൻ മറ്റേ ഈ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ പോകും. ജൂനിയർ ആർട്ടിസ്റ്റ്. ജൂനിയർ അതെ. ഓ, പക്ഷെ നല്ല ശമ്പളമാണ് ഇപ്പം. എവിടെ ചുമ്മാതാ? 2000 രൂപ ബാറ്റ് ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് 20 രൂപ ടാറ്റേ ഉള്ളായിരുന്നു. അത് ടാറ്റ എന്നല്ല, ഇങ്ങോട്ട് വരല്ലേ എന്ന് പറഞ്ഞാണ്. ആഹാരം വല്ല മഴയ്ക്ക് എടുത്ത് എനിക്ക് ഉണ്ടാക്കിത്താ. ആഹാരം ഒന്നും വേണ്ട, എനിക്ക് വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണോ? വെള്ളം മാത്രമേ കുടിക്കാതെ, വേറൊന്നും ചേർക്കരുത്. ഞാൻ വെള്ളം അടിയൊന്നും ഇല്ലെന്ന് മാമൻ അറിയാലോ. വെള്ളം അടിയില്ല. വെള്ളം കുടിച്ചോളൂ. ഞാൻ പിടിക്കുന്നുണ്ട്. ഞാൻ കട്ടിന്റെ അടിയിൽ നിന്ന് കുറെ ചേട്ടിന്റെ കുറ്റി കിട്ടി. വെള്ളം അടിയില്ല. ഞാൻ കൊണ്ടുവച്ചാ ചുമ്മല്ലേ വെള്ളം അടി ഇല്ലെന്നൊക്കെ പറഞ്ഞത്. എന്തോ പുതിയ സംഭവം തുടങ്ങിയിട്ടുണ്ട്. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മൂക്കുപ്പൊടി തന്നെ. തീർന്നു കേട്ടാ. ഈ മാമൻ ഇതെവിടെ പോന്നു? കണ്ണ് തപ്പിയാ മുങ്ങും മാമൻ. എവിടെ പോയെന്തോ? चक्कर
മുന്തിരി ചാറിലുറങ്ങാൻ ഇത്തിരി വേഗം ഇത് ഭ്രാന്താണ് ഇങ്ങേർക്ക്. ഇവർക്ക് ഈ സിനിമ നേരത്തെ പറഞ്ഞില്ല ഭയങ്കര സിനിമാ മോഹിയാണ് അഭിനയിക്കണമെന്ന്. അതായത് ഓരോ കോനാമ്പീറ്റുകൾ കാണിക്കുന്നതാണ്. ചുമ്മാ അരി വാമ ആളിൽ ശരിക്കും ഭ്രാന്തായിരിക്കും. എന്നെ മനസ്സിലായില്ലേ? എന്നെ മനസ്സിലായില്ലേ? ഞാൻ പ്രശസ്ത നർത്തകി ലിയോണ. ആര്? ലിയോണ. ചുമ്മാ എന്നെ കളിയാക്കാൻ വേണ്ടി മാമ ഓരോന്ന് പറയുന്നു. മാമനാണ് ചന്ദ്രമാമൻ. നിങ്ങളുടെ ചന്ദ്രമാമ ഉണ്ടല്ലോ, ഇവിടെ ഇരുന്ന് എന്റെ ചിതാഭസ്മം എടുത്ത് മൂക്കിൽ വലിച്ചു. വലിച്ചു. ആ അതാ പറഞ്ഞ വലിച്ചു. അപ്പോഴാ ഞാൻ ഇങ്ങനെ വന്നത്. അപ്പൊ ഇത് പ്രശസ്ത നടി ലിയോണ. എന്റെ ആരാധന കഥാപാത്രം. എനിക്ക് എന്ത് ഇഷ്ടമെന്ന് അറിയാമോ? ആണോ? പിന്നെ എല്ലാവർക്കും അതേപോലെ ഭയങ്കര ഇഷ്ടം. നീ എന്നെ വിട്ട് എങ്ങും പോവല്ലേ? എവിടെ പോവാൻ? എപ്പോഴും ഇവിടെ തന്നെ കാണണം. ഉറപ്പായിട്ട് ഇവിടെ തന്നെ കാണും. എനിക്കത് മതി. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ പിന്നെ ആഹാരം ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് കുറെ നേരമായി. ആഹാരം ഉണ്ടാക്കി തരുന്നില്ല. അല്ല അപ്പൊ ഇത് വേണ്ട, മറ്റേത് മതി. അത് മറ്റേത് മതിയെന്ന്. അത് അയ്യോ അത് പോയാ. എന്തിന്റെ കുഴപ്പമാടാ? ലിയോണ മോണ ഞാൻ പിടിച്ചു പറയും. മരിച്ചൊരു നടുവും വയ്യ. പറയേ. അത് ശരി. എന്താ? തുമ്മിയാ വരും, തുമ്മിയാ പോവും. ഇനി തുമ്മാതെ നോക്കണം. പറയുന്നേ. അയ്യോ എനിക്കേ ഞാൻ ഇതുവരെ കല്യാണം ഒന്നും കഴിച്ചില്ല കേട്ടോ. അതിന്റെ തെറ്റാണോ? അല്ല അപ്പൊ ഇനിയേ എന്റെ കൂടെ അങ്ങ് ജീവിച്ചൂടെ? അത് തന്നെ. ഇവിടെ എത്രയോ കല്യാണ പെണ്ണ് ഞാൻ കണ്ടെന്നറിയാമോ? പക്ഷെ ഓരോ പെണ്ണിനും എന്നെ ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ ഞാൻ ഇനി തൊട്ട് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. പിന്നെ എനിക്കൊരു മാമനുണ്ട് ഇവിടെ, ഒരു പേട്ട് കിളവൻ. അങ്ങനെ ആദ്യം അടിച്ചു കൊല്ലണം. എന്നാൽ മാത്രമേ എന്റെ കല്യാണം വൃത്തിയായിട്ട് നടക്കുള്ളൂ, എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനും പറ്റത്തുള്ളൂ. എന്റെ പെൻഷന്റെ പാതി മൊത്തം കൊണ്ടുപോയിട്ട് പട്ടി എന്നെ കൊല്ലണോ? എന്നടാ കണ്ണുമ്പേ കണ്ടുപോയത്. എവിടെയെങ്കിലും പോയി ഏതെങ്കിലും പെണ്ണുങ്ങളെ കൂടെ കൂട്ടും കൂടിയിട്ട് വന്നിരിക്കുന്നു. മറ്റേ അതിനെ കൊണ്ടുപോവാ. എന്റെ അടുത്ത് വിട്ട് എന്റെ കണ്ണുമ്പേ ഇനി കാണരുത്, ഇറങ്ങി പൊക്കോ. എവിടെ പോകുന്നു? പിന്നെ എന്തെങ്കിലും കഴിക്കാൻ വേണോ? വേണം. വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? എനിക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് ഒരു ഉമ്മ വന്നോട്ടെ. എനിക്കോ വേണോ? അത് വേണം. പിന്നെ പോരെ? ഇപ്പൊ വേണം. തന്നോട്ടെ. ശരി ആയിക്കോട്ടെ. വേണ്ട. വയ്യാടാ എനക്ക് മുട്ടി നിൽക്കാനല്ലേ? രാത്രി എന്റെ അടുത്ത് വന്ന് കടന്നു പോകരുത്. ഇനി പറയാൻ പറ്റുന്ന കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. എനിക്ക് മതിയാടും ചെറുക്കൻ. മാമനെ ഒന്ന് തുമ്മി. തുമ്മാനാ? ഒന്ന് തുമ്മി നോക്കി. തുമ്മൽ നോക്ക്. തുമ്മല് വരുന്നില്ല. വരുന്നില്ലേ? ഇല്ല. ആരും എന്തോന്ന് നല്ല മണമുണ്ട്. ഒന്ന് മണപ്പിച്ചു വയ്ക്കാൻ. പിന്നെ പറ വിശേഷങ്ങളൊക്കെ. പിന്നെ ആഹാരം എന്തെങ്കിലും കൈവച്ച് ഉണ്ടാക്കിയിട്ട് ആദ്യമായിട്ട് എന്നെ കണ്ടില്ലേ? അയ്യോ ഓരോരോ ആഗ്രഹങ്ങൾ പറയുന്നത്. ഞാൻ വല്ലതും ഉണ്ടാക്കിയിട്ട് വരാം. പെട്ടെന്ന് കൊണ്ടുവാ. എന്താ വേണ്ടത്? എന്തായാലും മതി. എന്തായാലും മതി. എന്തും കഴിക്കും. കൊണ്ടുവരാ. ആഹാരം ഉണ്ടായിക്കൊണ്ട് വെച്ചില്ല ചെറുക്കൻ. ഈ കളവ ഇറങ്ങി പോകത്തുമില്ലല്ലോ മനുഷ്യനെ ഉണ്ടായിക്കൊണ്ട് വാ. അല്ല ഞാൻ തന്നെ ഉണ്ടാക്കാം. ദോശ ഉണ്ടാക്കാം. അല്ല എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇനി മാമൻ തുമ്മരുത്. ലിയോണ വന്നു കഴിഞ്ഞാൽ പിന്നെ തുമ്മാനെ സമ്മതിക്കും. അതാണ് വേണ്ടത്. അഞ്ഞ് വരട്ടെ, ഇനി ഞാൻ നോക്കിക്കോളാം. എന്റെ ലിയോടെ കൊണ്ട് പോയേക്കോ അടുക്കളയിലോട്ട്. കൊള്ളാം. പറയേ. ഇനി പോവല്ലേ? പോവില്ല. ഇനി ലിയോണ തുമ്മാതെ ഞാൻ നോക്കിക്കോളാം. ഞാൻ തുമ്മിയാ എനിക്ക് ഇല്ല കളവ് പറ്റും. അല്ലെങ്കിൽ ലിയോണ എപ്പോഴും എന്റെ കൂടെ കാണും. ഇനി ഒന്നും പറയണ്ട. നമ്മള് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് തന്നെ. മാമ ഒരു കാര്യം, മാമ ഒന്ന് തുമ്മിയേ. എനിക്ക് തുമ്മണ്ട. ഒരു വട്ടം ഒന്ന് തുമ്മി. നീ തുമ്മാൻ പറഞ്ഞ എന്തോ ഒരു കുഴപ്പമുണ്ട്. ഒന്നുമില്ലെന്ന്. ഒന്നുണ്ട്. അവിടെ ഇരിക്കുന്ന സാധനം നോക്കിയാണ്. അതുകൊണ്ട് അവിടെ എന്തോന്നടാ അത്?
സന്തോഷായില്ലേ? സന്തോഷമായി. പിന്നെ ഞാൻ അവിടെ ഇരി. ഇനി ലിയോണ തുമ്മരുത്. അങ്ങനെ ഇപ്പൊ ഞാൻ തുമ്മാൻ പാടില്ല. ഇനി ലിയോണ തുമ്മരുത്. ഓ, ഇത്രയും ബുദ്ധിമാനായ ചേട്ടൻ്റെ കൂടെ ജീവിക്കാൻ എന്ത് ഭാഗ്യമല്ലേ. തുമ്മരുത്, തുമ്മരുത്. വിട്ടുകൊടുക്കൂല. ഇനി ലിയോണെ ഞാൻ മാമന് വിട്ടുകൊടുക്കത്തില്ല. ഇനി പോവാൻ ഞാൻ സമ്മതിക്കത്തില്ല. ലിയോണെ എനിക്ക് വേണം, ലിയോണെ എനിക്ക് വേണം. അമ്പിളിക്കുട്ടൻ പാവാ, അമ്പിളിക്കുട്ടൻ പാവാ, അമ്പിളിക്കുട്ടൻ പാവാ. തൊലച്ച് എന്താ എവിടെ പോണേ? അല്ല മാമൻ ഈ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വരുന്നതാ. എങ്ങനെ? ഇങ്ങനെ ഞങ്ങള് കണ്ടതാണല്ലോ. മാമ മര്യാദയ്ക്ക് മാമന്റെ മുഖത്ത് പൊത്തിപ്പിടിച്ച് മാമനെ കൊന്നത്. വാസം പൊട്ടിച്ച്. അയ്യോ, ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. എനിക്ക് അത്യാവശ്യമായിട്ട് തമിഴ്നാട് വരെ പോവാണ്ട് കേട്ടോ. ഞാൻ പോയിട്ട് വരെ. കുഴപ്പമില്ല, മാമൻ എനിക്കോളും. എനിക്കുള്ളൂ. അയ്യോ, മയങ്ങിപ്പോയി ഞാൻ, മയങ്ങിപ്പോയി, മയങ്ങിപ്പോയി. പോയി വല്ലതും കഴിച്ചിട്ട് വരാം. എല്ലാ ഈ അമ്പിളിക്കുട്ടൻ എവിടെ പോയത്? എന്തൊക്കെ ഡ്രസ്സ് തന്നെ വലിച്ചാരി ഉടുപ്പിച്ചേക്കണ്. ഇവനെ പ്രാന്താണ്. ഒരു ബോധമില്ലാത്ത ചെറുക്കൻ തന്നെ അല്ലേ. എന്തൊക്കെ കാണിക്കണോ. അമ്പിളിക്കുട്ടൻ ചേട്ടൻ പോയ ഗ്യാപ്പിൽ അദ്ദേഹത്തിന് വേണ്ടി ഇനി ഞാൻ ഇത് ചെയ്തോളാം. എല്ലാരും ഇപ്പൊ ആലോചിക്കുക എന്താ നമ്മള് രണ്ടുപേരും എന്നുള്ളത്. അല്ലയോ മഹാറാണി, പറയൂ അങ്ങുന്നേ. ഇന്ന് നമ്മ ചിരിപ്പിക്കാൻ വരുന്നത് ആരൊക്കെയാണ്? ഇന്നും ചിരിയുടെ മായാലോകത്തേക്ക് അങ്ങ് തന്നെ കൊണ്ടുപോവുകയാണോ? പിന്നല്ലാതെ. അത് ആലോചിക്കുമ്പോ തന്നെ എനിക്ക് ആവശ്യം പോലെ കാശും സ്വന്തമായിട്ട് 2 ബാറ്ററി ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ചിരിച്ചു മറിക്കും. അങ്ങുന്നേ, അങ്ങനെയുണ്ടെങ്കിൽ മാമീനോട് ഞാനത് ഓൺ ചെയ്യാൻ പറയട്ടെ. അതെ, ബോംബെയിലുള്ള മാമി ആ 2 ബാറ്ററി ഓണാക്കൂ. ഓണാക്കിയിരിക്കുന്നു അങ്ങുന്നേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മളെ ചിരിപ്പിക്കാൻ വരുന്നവരുടെ പേര് ഓർക്കുമ്പോ തന്നെ നമുക്ക് ചിരി വരുന്നു. ചെക്കന്നൂർ ദേശത്ത് നിന്ന് സനീഷ് സിന്ധുവും പിന്നെ മുഹമ്മയിലുള്ള ഒരു പ്രവീണും തിരിച്ചു മരിച്ചാലും. എന്താ എടാ സുരേഷ്, നീ കിടന്ന് അലക്കാതെ, ഞാനല്ലയോ കണ്ടന്റ് പറയേണ്ടത്. എടാ ഇന്നും പതിവ് പോലെ ഞാൻ നമ്മുടെ ആശാനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നതാ. അയ്യോ, പരിപാടി പൊളിഞ്ഞിട്ട് കമ്മറ്റിക്കാരടിച്ചതല്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ ഇന്റർവെല്ലിൽ വരെ വാലേ കളിച്ച്. ആ സന്തോഷത്തിൽ ആശാന് നെഞ്ചത്തുവേന വന്ന് ആശുപത്രി കൊണ്ടുവന്നേക്കുവാ. എടാ സുരേഷ, നീ ആവശ്യമില്ലാത്ത പണി കാണിക്കരുത്. ഞാൻ വിളിച്ചിട്ട് ഫ്ലക്സ് അടിച്ചാ മതി. അയ്യോ, ഇതെന്റെ കയ്യിലൊതുങ്ങൂന്ന് തോന്നണില്ലേ? അത്രയ്ക്ക് ഭാരമാണോ? എടാ അതല്ലെന്ന്, ഈ ആശുപത്രിയിലെ ബില്ല് നിന്റെ കയ്യിലൊതുങ്ങൂന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലേ നമുക്ക് സർക്കാർ ആശുപത്രിയിലെങ്ങും പോകാമെന്ന്. എടാ സർക്കാർ ആശുപത്രി പോയി കഴിഞ്ഞാൽ സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങി ബാക്കിയുള്ള ഉപ്പാട് വരും. പരിപാടി കഴിയുമ്പോ മുണ്ടും പൊക്കി ഓടുന്നതിന് ഒരു കുഴപ്പമില്ല. അയാൾക്ക് 4 സ്റ്റെപ്പ് കയറാനാ ബുദ്ധിമുട്ട്. എടാ രമണ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പരിപാടി നമ്മൾ ഇന്റർവെൽ വരെ കളിച്ചിട്ടുള്ളൂ. ഇനി എപ്പോ പോയിട്ട് ബാക്കി കളിക്കാനാടാ? ഈ ട്രിപ്പ് തീരാതെ എങ്ങനെയാ പോന്നേ? അമ്പലത്തിലെ ഉത്സവം തീർന്നാലും ഈ ട്രിപ്പ് തീരുമെന്ന് തോന്നണില്ലേ? അതിനൊരു വഴിയുണ്ട്. എന്താണ്? നമുക്ക് ഇച്ചിരി കൂട്ടി വെക്കാം. എടാ കൂട്ടി വെക്കല്ലേ, എടാ അറ്റാക്ക് വരും. പറച്ചില് കേട്ടാത്തൊന്നും പരിപാടി കഴിയുമ്പോ ഫ്രഞ്ച് കിസാ കിട്ടുന്നത്. ഇന്നെന്തായാലും എല്ലാവർക്കും കിട്ടും. എടാ ഇന്റർവെല്ലിന് ശേഷമുള്ള രാജഗുരുവിന്റെ സീൻ അഭിനയിക്കുന്ന രാജീവില്ലേ, അവൻ വന്നിട്ടില്ല. അവനെങ്ങാണ്ട് ടൂറ് പോയേക്കുവാ. അതിനാശാൻ പേടിക്കണ്ട. എന്ത്? നമ്മുടെ സിസ്റ്റം വർക്ക് ഇന്ന് ഷാജീറിനെ കൊണ്ട് നമുക്ക് ജയിക്കാം. എടാ അവനൊന്നും ഒരു ടൈമിംഗ് ഇല്ലാത്തവനാടാ. ആര് പറഞ്ഞ അവന് ടൈമിംഗ് ഇല്ലെന്ന്? ലോകത്തേത് കോണിലായാലും 9 മണിക്ക് അടയ്ക്കുന്ന വിവറേജിൽ നിന്ന് 8:59 സാധനം എടുക്കുന്നവനാവൻ. ടൈമിംഗ് ഉള്ളവനാവൻ. അവൻ കഴിഞ്ഞ ദിവസം എന്നോടൊരു കാര്യം പറഞ്ഞു. നീ എന്റെ പെണ്ണുമ്പിള്ളനെ വിളിച്ച് എന്താണ് ആവശ്യമാണ് പറഞ്ഞത്? എന്താ പറഞ്ഞു? ഞാൻ ശശികലയും തമ്മിൽ വഴി വിട്ടവെന്നോണ്ടെന്ന് നീ പറഞ്ഞ. കഴിഞ്ഞ ആഴ്ച പരിപാടി കഴിഞ്ഞപ്പോ അവരെ വഴി കൊണ്ട് ഇറക്കി വിട്ടായിരുന്നോ? ആ വഴിയിൽ ഇറക്കി വിട്ട ബന്ധമേ ഞാൻ പറഞ്ഞു. ഇനി നീ ഇമാതിരി വർത്താനം പറഞ്ഞു കഴിഞ്ഞാ എന്റെ സ്വഭാവം നീ അറിയാം. എന്തോ ചെയ്യുന്നു? എടാ ഒന്നുമില്ല, നിന്റെ പഠിപ്പിച്ച ആശാനല്ലടാ ഞാൻ. ഇനി കൂടുതൽ അഭ്യാസം എടുത്തോണ്ടല്ല എന്റെ കാല് 2 മടക്കി നിന്റെ കൂമ്പിലിട്ട് ഞാൻ ഇടിക്കും. പിന്നെ ഒറ്റക്കാല് നോക്കി നിൽക്കിടാൻ വയ്യാത്തതിന് പെണ്ണുമ്പിള്ളയുടെ അടിപ്പാവടായിട്ട് നടക്കുന്ന ഇയാളാ ഇനി കാല് നോക്കി തൊഴിക്കാൻ വരുന്നത്. എന്ത് നിക്കത്തില്ല? ഇയാൾ എന്നെ തൊഴിക്കുന്നു പറഞ്ഞല്ലോ. ഇയാൾ എന്റെ ആശാനല്ല, ഇയാൾ ദുഷ്ടനാ, ദുഷ്ടൻ. ഇവിടെ കടന്ന് പുഴുത്തെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ഞാൻ ഇനി തിരിഞ്ഞു നോക്കത്തില്ല. ഞാൻ പോവാ. നീ പോവാടോ? ഞാൻ പോവാടോ. പോവാടോ. ഞാൻ പോവാ.
ദിവാകരനെ ലേബർ റൂമിൽ കയറ്റണേ. എന്റെ ദൈവം, ഈ ചെറിയ നെഞ്ചുവേദന മാറ്റാൻ വേണ്ടിട്ട് ഞാൻ ഇനി പ്രസവിക്കണം. സോറി. ദിവാകരന്റെ ബ്ലഡ് എടുക്കണം. കൈതാ. എന്റെ പേര് രമണൻ. ഈ കൈതാ. അതെ, ബ്ലഡ് ഒന്ന് എടുക്കുവാണേ. അതെ, ഇത് എന്റെ കൈ അല്ലാണ്ട് വിതമ്പാടല്ല കേട്ടോ. ഞരമ്പ് കാണുന്നില്ല. അയ്യോ, കാണുന്നില്ല. കമ്മറ്റിക്കാർ ഊരിയെടുത്ത് ജനമ്പ് കാണുന്നില്ല. കാണുന്നില്ലയോ? കാണുന്നില്ല. ശശികല, രേഷ്മ, സിന്ധു. ഞാൻ പോങ്ങി കുത്തു. എടാ രമണ, എടാ പൊങ്ങിയ ഞരമ്പ് താഴുന്നില്ലല്ലോടാ. രമേശൻ. അതാരാ? ശശികലയുടെ ഭർത്താവാ. എന്തായാലും നിങ്ങൾ ഈ ചേട്ടനെ കുറച്ച് നേരത്തെ കൊണ്ടുവരണമായിരുന്നു. കേട്ടോടാ എന്റെ പൊന്ന് സിസ്റ്റർ, അവിടെ കൂടിയ കമ്മറ്റിക്കാരെല്ലാം കൂടി എടുത്തോണ്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞതാ. ഇവൻ ഒറ്റടുത്താൻ കാരണം ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ നടന്നാ വന്നത്. താൻ എന്തൊരു പണിയാണോ കാണിച്ചത്? ഈ വയ്യാത്ത മനുഷ്യനെ താൻ എന്തിനാ നടത്തിക്കൊണ്ട് വന്നത്? ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പരിപാടി കഴിയുമ്പോ കമ്മറ്റിക്കാരുടെ മുന്നിലൂടെ നടന്നു പോകണം. അതെ, താമസിച്ചു പോയതോട്ട് വല്ല കുഴപ്പമുണ്ട് സിസ്റ്റർ? ഉണ്ട്. 10,000 രൂപ ബില്ലാവേണ്ടത് ഇപ്പൊ 5,000 രൂപയല്ലേ ആയുള്ളൂ. അത് കുഴപ്പമില്ല, ബാക്കി ഞാൻ എവിടെയോട്ട് പിടിച്ചോളാം. ബാലെ കൊണ്ടോളൂ 5,000 രൂപ. എന്റെ ബാല അങ്ങ് ബോംബെ വരെ ബുക്ക് ചെയ്തിട്ടുണ്ട്, അറിയാവാ? ബോംബെ ബാലയുണ്ടോ? പിന്നെ കേട്ടിട്ടില്ലേ ബോംബെ ബാല? പിന്നെ ഞങ്ങളെ സൃഷ്ടി ബാലെ ട്രൂപ്പിന്റെ പരിപാടിയെ പറ്റി നാട്ടുകാരുടെ അഭിപ്രായം എന്താണെന്ന് അറിയാവോ? ഇവനെയൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇവനെയൊക്കെ സൃഷ്ടിച്ചവനെ പറഞ്ഞാൽ മതിയെന്ന്. കുട്ടി ഞങ്ങളുടെ ബാലെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഭാഗ്യം, ഇയാളെ അടിക്കാത്ത ലോകത്തിലെ ഒരേ ഒരാള്. നീ അങ്ങനെ പറയല്ലേ. കേരളത്തിൽ സെക്കൻഡുള്ള ഏക സമിതി എന്റെ സമിതിയാ. ആഹാ, ചേട്ടാ സെക്കൻഡ് പ്രോഗ്രാം ഒക്കെ ഉണ്ടോ? അയ്യോ, സെക്കൻഡ് പ്രോഗ്രാം ഉണ്ടെന്നല്ല പറഞ്ഞത്. പിന്നെ 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 1 മിനിറ്റ് തികച്ച് ഇതുവരെ പരിപാടി കളിച്ചിട്ടില്ല. ഏതായാലും 1 സെക്കൻഡ് പോലും തികച്ച് പരിപാടി കളിച്ചിട്ടില്ലെങ്കിലും ചേട്ടന്റെ പൊട്ട് സൂപ്പറാ. അയ്യോ, ഇത് പൊട്ടല്ല. പിന്നെ? കഴിഞ്ഞ ആഴ്ച തീവെട്ടിക്ക് അടിച്ചതാ. അപ്പുറത്തെ ബെഡേ കിടന്ന പുള്ളിനെ ഇത് എങ്ങോട്ടാ കൊണ്ടുപോയത്? അത് ക്രിട്ടിക്കൽ സ്റ്റേജാ. ആണെങ്കിൽ ആ സ്റ്റേജ് ഞങ്ങളുടെ ബാലെ ബുക്ക് ചെയ്യാൻ പറ. ക്രിട്ടിക്കൽ സ്റ്റേജ് എന്ന് പറഞ്ഞ അപകട സ്റ്റേജാ. ആശാനേ, അപ്പൊ ഇത്രയും നാളും നമ്മൾ കളിച്ചത് ക്രിട്ടിക്കൽ സ്റ്റേജിലാ. അതെ, നെഞ്ചിനകത്ത് വേദനയായിട്ടല്ലേ? അതെ, അതെ. എക്കോ എടുക്കണേ. ഫാൻസുകാരുടെ ഒരു കാര്യം. ഹലോ. ഹലോ, എന്തോ കാണിക്കുവാ? എക്കോ എടുക്കണമെന്ന് പറഞ്ഞു. എടോ, എക്കോ ടെസ്റ്റ് എടുക്കണമെന്ന്. അതൊക്കെ വിവരവും വിദ്യാഭ്യാസം ഉള്ളവനൊക്കെ പറഞ്ഞു കൊടുക്കണം. എന്താ പറഞ്ഞതല്ല മനസ്സിലായോ? മിക്സർ എടുത്തോണ്ട് വന്ന് മയക്ക് കുത്തി കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണമെന്ന്. എടോ, നിങ്ങൾ ഇതൊക്കെ നിർത്തിയിട്ട് വേറെ വല്ല പണിക്കും പോ. എന്റെ സിസ്റ്റർ, ഇതങ്ങനെ നിർത്താൻ പറ്റൂല. കല എന്ന് പറഞ്ഞ എന്റെ ജീവനാ. അതിനെ വേണ്ടി ശശികലനുണ്ടോ? ശശികല. നീ ഇവിടെ കിടന്ന് കൂടുതൽ അഭ്യാസം കാണിച്ച MBBS എടുക്കാതെ ഞാൻ നിന്നെ ഓപ്പറേഷൻ ചെയ്യും. അതെ, ഓപ്പറേഷൻ ചെയ്യാൻ MBBS പഠിച്ച ഡോക്ടർമാർ ഇവിടെ ഉണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് മാറി നിന്ന്. എന്താ പേര്? സഞ്ജിത. ഒരു കവർ എന്നാ പറയാൻ പറ്റുമോ? എടോ, എന്റെ പേരാ പറഞ്ഞത്, സഞ്ജിത. കല്യാണം കഴിച്ചതാണോ? അല്ല. ഞാനും കല്യാണം കഴിച്ചിട്ടില്ല. അയ്യോ, അതിന് ചോദിച്ചില്ലല്ലോ. കണ്ടന്റ് എന്റെയാ, ക്യൂ ഇട്ട് കൊടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം. പണ്ടൊരു ക്യൂ ഇട്ട കണ്ടന്റ് എന്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. കണ്ടന്റ് വീട്ടിൽ വെച്ചാ പോരാ, ഇടയ്ക്കൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യണം. അതെന്റെ ഭാര്യയെ പോലെ തന്നെയാ. എത്ര ഡെവലപ്പ് ചെയ്താലും ക്ലൈമാക്സ് എത്തൂല. സഞ്ജു, എന്താ? ഒരു മിനിറ്റ്. ആ ഇഞ്ചക്ഷൻ എടുത്ത് അവനിട്ട് കുത്ത്. സഞ്ജുവേ, ഈ ട്രിപ്പ് ഇങ്ങനെ കൂട്ടിയിടുന്ന വല്ല കുഴപ്പമുണ്ടോ? അതാരെ കൂട്ടിയിട്ടത്? ഞാനോ? പിന്നെ ഇയാളുടെ ട്രിപ്പ് എടുത്ത് എനിക്ക് കൂട്ടിയിടാൻ പറ്റുമോ? നമ്മൾ തമ്മിൽ എത്ര ട്രിപ്പ് പോയതാ? ഈ ട്രിപ്പിന്റെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കണം. ചേട്ടാ, ഈ ട്രിപ്പ് ഇങ്ങനെ കൂട്ടിയിടരുത്, അറ്റാക്ക് വരും. ഞാൻ പറഞ്ഞതാ ഇയാളോട്. എടോ, നിങ്ങൾക്ക് ആത്മാർത്ഥ ചെയ്യണം, വെളിയിടങ്ങൾ പോയി ചെയ്യും. എന്നെ എന്റെ സഞ്ജുവിനെ ഇതിനകത്ത് ഉൾപ്പെടുത്തരുതേ. എന്റെ സഞ്ജുവോ? എന്തിനാ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നേ? വാ, നമുക്ക് ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അയ്യാ, ഈ ഭൂതത്തിന്റെ കാര്യം മൊത്തം ഞാൻ പറഞ്ഞ് കേൾപ്പിക്കാം. ഇവൻ ഊണിൽ ഉറക്കത്തിൽ പെണ്ണെന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. ഞാൻ ദുഷ്ടനാണാ ഞാൻ. ഇവ തല വെച്ച് കിടന്നുറങ്ങുന്ന എവിടെയാന്നറിയാവാ? ലേഡീസ് ഹോസ്റ്റലിന്റെ പടിയേല്. പിന്നെ വേറെ സംഭവം കൂടി ഉണ്ടായി. നമ്മുടെ ശംഖുമുഖത്ത് കിടക്കുന്ന ആ മത്സ്യകന്യകയില്ലേ, അതിന്റെ വാലേ ചെന്ന് ഇവന്റെ ഫോൺ നമ്പർ എഴുതി വെച്ചു. എന്നിട്ട് ചെവി ചെന്ന് പറയുവാണ്, 12 മണിക്ക് ശേഷം മിസ് കോൾ അടിച്ചാൽ മതി, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാന്ന്. എന്റെ സഞ്ജു, ഇതൊക്കെ അറിവില്ലാത്ത പ്രായത്തിൽ നടന്നതാ. മിനിഞ്ഞാന്ന് നടന്ന സംഭവം. അപ്പൊ ഇയാള് പഞ്ചാരയാണോ? ആണോന്നോ? ഈ നിൽക്കുന്ന ആരാന്നാ വിചാരം? ആരാ? ചെങ്ങന്നൂരിലെ കരിമ്പ. ആശാനെ ആരാണ്ട് വിളിക്കുന്നു. ആ മത്സ്യകന്യകയായിരിക്കും. എടുക്ക്. ഹലോ, ആശാനെ കമ്മറ്റിക്കാരാ? എനിക്കുള്ള ഊണാ. ശരി ശരി, ഓക്കെ. ആശാനെ, എന്തോ നമ്മുടെ കൂട്ടത്തുള്ള പൂട്ടിയിട്ടേക്ക് വന്നു. അത് സർവ്വസാധാരണം. ഷാജിറിനെ ശശികലയും കൂടെ ഒരു റൂമിലിട്ടാ പൂട്ടിയേക്കുന്നത്. എന്റെ ദൈവമേ, രക്ഷപ്പെട്ട്. എന്തായാലും ശശികല ഒറ്റയ്ക്കല്ലല്ല,
ഷാജീർ നല്ല ടൈമിംഗ് ഉള്ളവനാന്നേ. എന്റെ ശശു ഒന്നും വേണ്ട, ഞാൻ പോട്ടെ. എങ്ങോട്ട് പോവാ? എങ്ങോട്ട് പോവാ? അവരെ രക്ഷിക്കണ്ടേ? ഇവിടെ പരിപാടി കുളവാക്കിയ അവരോട് വണ്ടി കത്തിക്കാൻ നിൽക്കുവാണ്. ഈ ബാല എഴുതി ഉണ്ടാക്കിയത് ഞാനാണെന്നുണ്ടെങ്കിൽ ഇത് ക്ലൈമാക്സ് വരെ കളിക്കാനായിട്ട് എനിക്കറിയാം. എന്നാ ഞാനിവിടെ നിൽക്കാം, ആശാൻ പോയി ക്ലൈമാക്സ് കളിക്കാം. ഞാൻ പോയി ക്ലൈമാക്സ് ഓ എന്താ ക്ലൈമാക്സ് കളിക്കേണ്ട നീയല്ലേ? വാടാ പോലെ നമുക്ക് അങ്ങോട്ട് പോവാടാ. എനിക്ക് ഉറക്കം വരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു 5 മിനിറ്റ് നമുക്ക് കിടന്നിട്ട് അങ്ങോട്ടേക്ക് പോവാം. അയ്യോ, എനിക്ക് ഇവിടെ കിടന്ന് ഉറക്കം വരത്തില്ല. എനിക്ക് ലേഡീസ് ഹോസ്റ്റലിൽ പടിയിൽ ചെന്ന് തല വെച്ച് എന്റെ കുഞ്ഞെ പറ്റി ആരാ ഈ അപവാദമൊക്കെ പറഞ്ഞുണ്ടാക്കിയത്? ചേട്ടനല്ല ഇച്ചിരി മുമ്പേ പറഞ്ഞത്. അയ്യോ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ലേഡീസ് ഹോസ്റ്റലിന്റെ പടിയെത്തി ഒരു പെങ്കൊച്ച് വീണപ്പോഴേ അതിന് കിടക്കാനായിട്ട് തലയെണ്ണ കൊടുത്തത് ഈ മാ കുഞ്ഞാന്നാ ഞാൻ പറഞ്ഞത്. എന്നാ വാടാ നമുക്ക് അങ്ങോട്ട് പോവാടാ. ഓ വേണ്ട, മത്സ്യനെ വിളിക്കട്ടെ, അപ്പൊ ഞാൻ പോവാം. മത്സ്യകന്യക നിന്റെ ഫോണിൽ വിളിക്കത്തില്ലല്ലോ, എന്റെ ഫോണിലല്ലേ വിളിക്കുള്ളൂ. ചേട്ടൻ പറഞ്ഞത് ഈ ചേട്ടന്റെ നമ്പർ അല്ലേ എഴുതി വെച്ചത്? ആ സിമ്മ് ഞാൻ ഇങ്ങോട്ട് എടുത്ത്. അപ്പൊ പിന്നെ ചെങ്ങന്നൂരിലെ കരിമ്പാന്ന് പറഞ്ഞതാ? അത് ചുമ്മാ പറഞ്ഞതല്ല, ബാക്കിയുള്ള കലാകാരന്മാരെ പോലല്ലേ ഇവൻ. ബാലെ കഴിഞ്ഞിട്ട് ചെങ്ങന്നൂർ ടൗണിൽ കരിമ്പിൻ ജ്യൂസ് ഇവന് വിൽപ്പനയുണ്ട്. ഇവന്റെ കൂടെ പൊറുക്കുന്ന പെങ്കൊച്ചിന് ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വരത്തില്ല. എടാ വാടാ പോവാടാ. ഇയാൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും, ഏത് ചന്ദ്രൻ പറഞ്ഞാലും ഇന്ദ്രൻ പറഞ്ഞാലും ഞാൻ വരത്തില്ല വരത്തില്ല വരത്തില്ല. അതെ രമണൻ ചേട്ടാ, ചേട്ടാ ഈ കലയും കഴിവും ദൈവം തരുന്നതാ. അതുകൊണ്ട് ചേട്ടൻ പോയി പരിപാടി കളിച്ച് ജനങ്ങളെ സന്തോഷിപ്പിക്കേ. എന്റെ സഞ്ജു പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വരും. ആടാ ഇങ്ങോട്ട് വന്നേ. ക്ലൈമാക്സ് ഡയലോഗ് നിനക്ക് അറിയാല്ല? അതൊക്കെ എന്റെ കൈ കിടക്കുമല്ലോ. പോന്നാൻ ബില്ല് അടച്ചിട്ട് പോണേ. അതെന്താ 25,000 രൂപയോ? എന്റെ 5 ബാലയുടെ കാശ് ഇപ്പൊ ഞാൻ എവിടെ നിന്നിട്ട് അടയ്ക്കാനായിട്ട്? അത് ചേട്ടൻ വിഷമിക്കണ്ട, ഏതായാലും ബാല കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് തന്നെ വരുമല്ലോ, അപ്പൊ അടച്ചാ മതി. ബന്ധപ്പെട്ട ഉത്സവം ഇല്ലയോ? അതെ, കമ്മിറ്റിക്കാർക്ക് പകരമായിട്ട് വരാവോ? ക്ലൈമാക്സ് ഡയലോഗ് ഓർമ്മയുണ്ട് അതിന്? ഉണ്ട്. ആ ഡയലോഗ് ഒന്ന് പറഞ്ഞൊന്ന് കേക്കട്ടെ. എന്റെ അതെന്റെ കൈ കിടക്കുവാന്ന്. കൈ കിടന്നിട്ട് കാര്യമുള്ള നാക്കിൽ നിന്ന് പുറത്തേക്ക് വരണ്ടേ? ഇരുമ്പഴികൾ ബന്ധനം കണ്ടോ, രാജീവിന്റെ കുങ്കുമം കണ്ടോ, ഞങ്ങളെ പിരിക്കാനാവില്ല തിരൂര് ബസേ. 1000 സൂര്യചന്ദ്രന്മാർ അച്ചമിച്ചാലും എന്റെ വായിൽ നൊന്നേ വരൂ. കല്ലുകടി. രമണ, ഇന്ന് നമുക്ക് പോകണ്ടടാ, പോയാൽ ശരിയാവത്തില്ല. നമുക്ക് ഇവിടെ തന്നെ കിടക്കാം, അതാ നല്ലത്. കിടക്കണല്ലോ. അതെ, ഇവിടെ കിടക്കണമെങ്കിൽ ഈ ബില്ലും കൂടെ അടക്കണേ. ഇതേത് ബില്ല്? ഇതോ ഇപ്പൊ ഈ വായിന്ന് ഒരു അച്ചമിച്ചാലും വന്നായിരുന്നോ? ഇത് കേട്ടിട്ട് ഐസി കിടന്ന 5 പേഷ്യന്റാ പോയത്. പോയാ മതി. എന്റെ ദൈവം, ഇവൻ ബാലയുടെ ഡയലോഗ് എവിടെ പറഞ്ഞാലും കാശ് പോവാണല്ലോ. അത് ഞങ്ങളെ പരിപാടി പോയി കളിച്ചിട്ട് വന്നിട്ട് ഈ കാശ് തന്നാ മതിയോ? അയ്യോ, താനാണ് ക്ലൈമാക്സ് പറയുന്നെങ്കിലേ ഏതായാലും ഇങ്ങോട്ട് വരത്തില്ല, നേരെ മെഡിക്കൽ കോളേജിലോട്ടായിരിക്കും. സഞ്ജിത. ഓ സാശാൻ, ഇപ്പോഴെങ്കിലും എന്റെ പേരൊന്ന് വിളിച്ചല്ലേ. അയ്യോ, അത് പേര് വിളിച്ചതല്ല. ഒരു സഞ്ചി കൊടുക്ക, അയാൾ തെണ്ടിക്കൊണ്ടായാലും കാശ് കൊണ്ട് തരുമോ? ആശാനേ, ഇരുമ്പഴികളുടെ ബന്ധനം കൊണ്ടോ, രാജീവിന്റെ കുങ്കുമം കൊണ്ടോ, രാജകരന്മാരുടെ വാൽമുറ കൊണ്ടോ തകർക്കാൻ പറ്റില്ല തിരൂർ ബസ്. കിടിലായിരുന്നു തിരുമനസ് എന്ന് പറയുന്നത്. കിടിലായിരുന്നു തിരൂർ ബസ്സേ, സൂപ്പറായിരുന്നു. എവിടുന്ന് കിട്ടുന്നു ഇതൊക്കെ? ആ തിരൂർ ബസ്സായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആ ഡയലോഗ് അറിയാവുന്നവർക്ക് ഭയങ്കരമായിട്ട് ചിരി വരും. അയ്യോ സത്യം കേട്ടില്ലായിരുന്നു. ആരിട്ടതാ തിരൂർ ബസ്സിന്റെ സാധനം? ആണോ? ഇവിടെ തന്നെ ഇല്ലേ? അത് തിരൂർ ബസ്സിലൂടെ പോയോ? എല്ലാരും കൂടെ അത് അടിപൊളിയെന്ന് പറയുമ്പോ ആണോ? ആ ഓക്കെ. അത് എന്റെ നല്ലല്ലോ, അത് മറ്റേ ആളിന്റെ ആണല്ലോ. അപ്പൊ എങ്ങനെ പറഞ്ഞത്? ഏറ്റെടുക്കണോ വേണ്ടേ? ഏറ്റെടുക്കണോ വേണ്ടേ? അല്ല, അത് പുള്ളിയുടെ ആണ്. അതെ, അത് മാത്രല്ല ഇന്നത്തെ സ്കിറ്റിൽ എന്താന്നറിയില്ല, ഇവര് ഭയങ്കര സ്നേഹത്തിലായിരുന്നു. അതെ, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ ഇടിയും വഴക്കും. ഇവരാണ് ഞങ്ങൾ പറഞ്ഞ കുടുംബം. ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണ്. ഇപ്പോഴും പ്രേമിച്ച് കല്യാണം കഴിച്ചതിന് ശേഷം പ്രേമിച്ചോട്ട് തന്നെ സ്കിറ്റും ചെയ്യുന്നു. വീട്ടിൽ നടക്കേണ്ട വഴക്കൊക്കെ ഇവിടെ വന്നിട്ടായിരിക്കും സ്കിറ്റിന്റെ രൂപേണ തീർക്കുന്നത്. എന്താണെന്നറിയില്ല, ഇന്ന് ഭയങ്കര സ്നേഹം, ഭയങ്കര അടിപൊളിയായിരുന്നു. നല്ല രസമായിരുന്നു. ആ പോവാന്നൊക്കെ പറഞ്ഞു പോയിട്ടേ തിരിച്ചു അല്ല, എനിക്ക് തോന്നുന്നത് ഇവിടെ വന്നിട്ടാണ് ഇവര് സ്നേഹിക്കുന്നത്. അവിടെ പോയി അടിപൊളിയാണ്. ലാസ്റ്റ് ടൈം പറഞ്ഞത് ഇവിടെ വന്നിട്ടാണ് നമ്മളെല്ലാം ചെയ്യണത്. സ്റ്റോറി മാത്രമേ ഉള്ളൂ, റൂമിലും അടിയാ. റൂമിലടി, സ്ക്രിപ്റ്റ് റാജി ചെയ്യുമ്പോ അടി. അല്ല, പക്ഷെ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വഴക്കടിക്കുന്ന കപ്പിളാണ് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവരെന്നാണ് ഞാൻ വായിച്ചത്. നീ കുടുംബം ഇല്ലാത്ത നീ എങ്ങനെയെന്ന് പറയണം? എന്റെ അച്ഛനും അമ്മയൊന്നും ഇല്ലടാ. അച്ഛനും ഓക്കെ, അങ്ങനെ അവരെ വിട്ട് നമ്മൾ ഒരിക്കലും പോയില്ലല്ലോ. പക്ഷെ ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ. അയ്യോ എന്റെ പ്രവീൺ ചേട്ടാ ഒറ്റയ്ക്ക് ഞാനുണ്ട് ചേട്ടാ, ഞാനുണ്ട്. ശരി, ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ.
കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി ഈ കുടുംബ സ്കിറ്റിന് ലഭിക്കുന്നു 25,000 രൂപീസ്. ശ്വേത ചേച്ചി ചൂടോടെ ക്രെഡിറ്റ് ചെയ്തു. ക്രെഡിറ്റ്. സൂപ്പർ 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 സൂപ്പർ. പുതിയ രണ്ടുപേർ. അതെ, പുതിയ രണ്ടുപേർ. ഇവർ ആങ്കേഴ്സ് അല്ല, പക്ഷെ ഇവർ പെർഫോം ചെയ്യാൻ വന്ന രണ്ടുപേരാണ്. ഇവരെ നമ്മൾ ആക്ച്വലി സോഷ്യൽ മീഡിയ കൂടെ കണ്ടിട്ടുണ്ട്. അതെ ഡയാന, നീ ആ സ്പെക്സ് വെച്ചോണ്ട് എനിക്ക് മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി. രണ്ട് മിന്നും താരങ്ങളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അവർ പെർഫോം ചെയ്യാൻ വന്നാണെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. നല്ല ലോട്ടറി ടിക്കറ്റ് ഒക്കെ അവിടെ ആരും വരൂലല്ലോ. ഇങ്ങനത്തെ തമാശകൾ നമ്മുടെ ഈ ഫ്ലോറിൽ ഉള്ളത് കൊണ്ടാണ് ഒരു ചേഞ്ചിന് നമുക്കൊന്ന് മിമിക്രി കാണാം. അല്ലെങ്കിൽ എന്താ പറയുക, ഈ താരങ്ങളെ കൊണ്ടുവന്ന് പെർഫോമൻസ്. ഞാനിതിൽ ആൽവിന്റെ പെർഫോമൻസ് വൈറലായ സമയത്ത് ആൽവിന് ഇൻസ്റ്റയിൽ ഞാൻ മെസ്സേജ് അയച്ചിരുന്നു, എനിക്ക് തിരിച്ച് മെസ്സേജ് അയച്ചിരുന്നു. ഞാനിവിടെ നമ്മൾ ഇൻസ്റ്റയിൽ എപ്പോഴും മെസ്സേജ് അയക്കുന്ന അറിയാം. ഞാൻ ഭയങ്കര ഫാനാണ് അവന്റെ. അതാണ്. അതുപോലെ ബ്രോയുടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവന് മാത്രം മെസ്സേജ് അയച്ചോളൂ. ഞാൻ വിനീതിന് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആണല്ലേ? പ്രേക്ഷകരെ, ഇതാണ് വിനീത്. സോഷ്യൽ മീഡിയയിലെ കിടിലമാണ് വിനീത്. മിമിക്രിയും കാര്യങ്ങളൊക്കെ ചെയ്ത്. ആൻഡ് ആൽവിനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇത്തവണത്തെ നമ്മുടെ സംസ്ഥാന കലോത്സവത്തിലെ താരമായിരുന്നു നമ്മുടെ ആൽവിൻ. ഇവര് രണ്ടുപേരുമായിരിക്കും ഇന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആൽവിൻ എവിടെ സ്ഥലം? എവിടെ ആൽവിന്റെ? എന്റെ സ്ഥലം കോട്ടപ്പുറം, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ. ആഹാ, ഏത് ക്ലാസ്സിലാ? ഞാൻ +2 സെന്റ് ജോസഫ് മുതൽ. ഓക്കെ ഓക്കെ, സൂപ്പർ. ക്യൂട്ടി പൈ. പെർഫോമൻസ് കാണുമ്പോൾ അത് മാറും ചേച്ചി. എന്തായാലും ഇങ്ങനെ ക്യൂട്ട് ആയിട്ടുള്ളവരൊക്കെ പെർഫോമൻസ് കാണുമ്പോൾ ചേച്ചിക്ക് അതൊരു ഗ്രീൻ സിഗ്നൽ ആണ്. ഇനി അടുത്ത് നമുക്ക് വിനീതിനെ പരിചയപ്പെടാം. ഹായ് വിനീത്. ഹലോ. സ്ഥലം എവിടെയാണ്? സ്ഥലം ഞാൻ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ബാംഗ്ലൂരിൽ തന്നെയാണ്. ഓ, ബാംഗ്ലൂരാണ്. സോ വി കൻ കണക്ട്. യാ, പറഞ്ഞോളൂ. നാട്ടിലെവിടെയാണ്? നാട്ടിൽ ആലപ്പുഴ, ആലപ്പുഴയിൽ അമ്പലപ്പുഴ. വൈഫിന്റെ പേര്? വൈഫിന്റെ പേര് ശാലിനി. പറയുന്നതിൽ വിരോധം ഇല്ലല്ലോ അല്ലേ? ഫാൻസിനൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞു. ഇല്ലെങ്കിൽ വീട്ടിൽ ചെല്ലാൻ പറ്റില്ല. എന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റമാണ് എന്റെ വൈഫ്. സോ വൈഫ് ആൻഡ് മദർ രണ്ടുപേരും വന്നിട്ടുണ്ട്, എന്റെ അമ്മയും ഭാര്യയും. സൂപ്പർ സൂപ്പർ. ആദ്യം നമുക്ക് വിനീതിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, അതായത് വിനീതിന്റെ സൗണ്ട് എന്ന് പറയുന്നത് പൂച്ചയുടെ സൗണ്ടുകളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പക്ഷെ അത് വെറൈറ്റി പൂച്ചകളാ എന്നാന്നുള്ളത് ഇപ്പൊ കേട്ടോ. ഓക്കെ, അതായത് നമ്മുടെ ഇന്ത്യൻ പൊളിറ്റീഷ്യൻസ് പൂച്ചയായി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു നമുക്ക് കേട്ടു നോക്കാം. അത് നിങ്ങൾ ഗസ് ചെയ്യണം കേട്ടോ ഞാൻ ചെയ്യുമ്പോ. മ്യാവ് 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 മ്യാവ്. ഗസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കേ. ഓണറബിൾ പ്രൈം മിനിസ്റ്റർ. യാ, ഗുഡ് വൺ. നെക്സ്റ്റ്. അടുത്ത് മ്യാവ് 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 മ്യാവ്. കിട്ടി. യെസ് ഡയാന, പറഞ്ഞോളൂ. രാഹുൽ ഗാന്ധി. ശരി ഉത്തരമാണ്, ശരി ഉത്തരമാണ്. യെസ്, അടുത്ത പൂച്ചയുടെ സൗണ്ട്. അടുത്തൊരു പൂച്ച. ആ പൂച്ച നടക്കുന്നതും നിങ്ങൾ ഗസ് ചെയ്യണം കേട്ടോ. നടന്നു വരുന്ന പൂച്ചയാണ്. നടന്നു വരുന്ന പൂച്ചയാണ്. മ്യാവ് മ്യാവ് മ്യാവ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. യെസ് ശ്വേത ചേച്ചി. ആരാ? പിണറായി സർ. ഗുഡ്. പിണറായി കറക്റ്റാ. ഇനിയുണ്ടോ പൂച്ചകളുടെ ലിസ്റ്റ്? അടുത്തായി അതൊരു മലയാളി പൊളിറ്റീഷ്യൻ അല്ല. ഓക്കെ, അഗൈൻ നിങ്ങൾ ഗസ് ചെയ്യുക. ഓക്കെ. മ്യാവ് 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 മ്യാവ്. ഓ, ഞങ്ങൾക്ക് തീരെ അറിയില്ല, ആരാന്നും മനസ്സിലായേ ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് അദ്ദേഹം പൊളിറ്റീഷ്യൻ അല്ല. വിജയ് ഫാൻസ് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ. ഓ, വിജയ് ഫാൻ ആണോ? കോരി തിരിച്ചല്ലേ, കൊള്ളാം. ആ, ഓക്കെ, നെക്സ്റ്റ്. മ്യാവ് 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 മ്യാവ്. കഴിഞ്ഞോ? നമ്മൾ ആരും പറയല്ലേ, അവിടുന്ന് പറഞ്ഞു. ഭയങ്കര എക്സൈറ്റഡ്. എന്നാ പേരെന്നാ? മെൽവി. മെൽവി. പറഞ്ഞോ മെൽവി. ആരാണ്? സുരേഷ് ഗോപി അല്ലേ? ശരി ഉത്തരം. അദ്ദേഹവും ഞങ്ങൾക്ക് പൊളിറ്റീഷ്യൻ അല്ല. അല്ല, അതെ. എനിക്ക് തോന്നുന്നു ഈ മെൽവിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു ഓരോന്നും ഗസ് ചെയ്യാൻ. ആണോ മെൽവി? മെൽവി ഭയങ്കര ചിരിയായിരുന്നു. എല്ലാം ഗസ് ചെയ്യാനൊക്കെ പറ്റിയോ? ഇല്ല, എനിക്ക് പേഴ്സണലി അറിയില്ലല്ലോ. ഞാൻ ഡൽഹിയിലാണ് ജനിച്ചു വളർത്തേ. അപ്പൊ അങ്ങനെ മലയാളികളെ പൊളിറ്റീഷ്യൻസിനെ അങ്ങനെ അറിയില്ല. ഡൽഹിയിൽ ജനിച്ചു വളർന്നിട്ട് അറിയില്ല. കണ്ടപ്പോ
പൂച്ച അറിയാമോ? പൂച്ച അല്ല അതറിയാം, പെട്ടെന്ന് കാണിച്ചപ്പോ. അല്ല മെൽവി, ഇവരെല്ലാരും ഡൽഹിയിലല്ലേ? അതെ, ഇവരെല്ലാരും ഡൽഹിയിൽ, ഇവരാരും നാട്ടിൽ കാണാറില്ല. അതല്ല, അറിയില്ല എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പേഴ്സണലി എനിക്ക് ആരും അറിയില്ല. ഇല്ല, അതൊരു തെറ്റല്ല, കുഴപ്പമില്ല. ഒരു സൗണ്ട് കേൾപ്പിക്കാം. ഇത് മെൽവിക്കുള്ളതാണേ. ഡൽഹിയായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി. ഓരോ സൗണ്ടും കൂടെ നമുക്ക് കേൾക്കാം. എന്നിട്ട് അത് ആരാന്നുള്ളത് നമ്മുടെ മെൽവി ഗസ് ചെയ്യട്ടെ. ഓക്കെ? ആരായിരിക്കും? കമോൺ മെൽവി. ഹലോ ഡൽഹി. അല്ല, ക്ലൂ തരാം. അതായത് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ചമ്മുമ്പം നീ അതായി എന്ന് പറയും. അയ്യോ, ശരിയാ. പിന്നെ മൈക്ക് പറ. പിന്നെ ഇദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്ന ചില വാക്കുകൾ നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റാറില്ല. ശശി തരൂർ സാർ. ഓക്കെ, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇനി നമുക്ക് നമ്മുടെ കുട്ടി താരത്തിന്റെ പെർഫോമൻസ് കാണാം. നല്ലൊരു കൈയ്യടി കൊടുക്കാം. യെസ് ആൽവിൻ. ഓക്കെ, അപ്പൊ ആദ്യമായി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഉലക നായകൻ കമലഹാസൻ സാറാണ്. കമലഹാസൻ സാറിന്റെ വിക്രം സിനിമയില് അത്രയും അതെ സ്വന്തം മോൻ മരിച്ച ഒരു അപ്പന്റെ, അതുപോലെ തന്നെ ഡ്രഗ് ഫ്രീ സൊസൈറ്റിക്ക് വേണ്ടി പോരാടുന്ന ഒരു ഏജന്റുമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സൗണ്ടാണ്. പയ്യൻ സന്തോഷം റിബൺ സ്റ്റോറി ആണെന്ന് വെച്ചിട്ടില്ല. നോ, 80 ബില്യൺ വർഷമാണ് കുറങ്ങൾ നിന്ന് മനസ്സിലാവത്തേക്ക് എപ്പടി പോയിട്ടേനാ കുറങ്ക മാറിடு സാർ. இந்த மாதிரி நேரத்திலெல்லாம் வீரன்மார் அடிக்கடி பேசல வார்த்தையெல்லாம் தெரியுமா சார்? வார்த்தைகளா ഇപ്പൊ വന്നത് ക്ലാസ് ആണെങ്കിൽ ഇനി വരാൻ പിന്നെ മാസാണ് സൂപ്പർ സ്റ്റാർ രജനി സാർ. நீ அப்ப என் சின்ன இல்ல சிங்காரம் வடிவச்சதில்ல என் சின்னைய கல்லால துடிசாவளா பார்த்துட்டேன். நீ என் பையன் சொல்லுது போய் உங்க அப்போ ஆள் சொல்லுதா சொல்லுது போய் எல்லாம் நேரத்துல நடக்கும். யூ ஆர் சல்லோ சிங்காரம் உள்ள வச்சு உங்க கொடுக்குள்ள புகுந்து உங்க படையை அழிச்சு எதிரிகளை கொண்டு என் நீண்ட கால பலியை தீர்த்துட்டேன். தந்திரம் ராஜா தந்திரம். நடிப்பின் நாயகன் சூர்யா. நீ பண்ண கூப்பிட்ட சார், இதுவே சார். எஸ் சார். ஓகே சார். ஜஸ்ட் சார். ஆரம்பிக்கலாமா? ரூல்ஸ் சாப்டர். எவன் பசி இருக்காரோ அவளை தடுக்க முடியாது. திரும்ப ஆரம்பிக்கிறேன். ஸ்கிராஷ் ஆகுது. நாளைக்கு டே 1 அவன் தலைவ கொண்டு வர்றோம். நாளைக்கு லைஃப் சொல்லலாம். നമ്മുടെ ദളപതി വിജയ് സാർ. அது என்ன சொன்ன பிடிச்சவரெல்லாம் கொல்ல போறியா? டேய், பிடிச்ச ஒரு கோடி பேரான வெளியில இருக்க முடிஞ்சத்தோட சொல்ல பாப்போம். நீ யாரு? இதுக்கு பின்னால யாரு உன் வேலையான பசங்களை யூஸ் பண்ணிக்க எதுவுமே எனக்கு தெரியாது. மண்ண மட்டும் நினைச்சுக்கிறேன். பிடிப்பு சொல்ல பின்னால ஒளிஞ்சு வேலை செய்யணும் எல்லாரும் கண்டுபிடிப்பு. உன்னை தேடி ஒன்று உன் கண்ணால நின்று அதில் பசங்களை சாவுக்கு நான் பத்தி சொல்ல வைப்பேன்டா. எப்படியெல்லாம் இந்த மாதிரி செய்யக்கூடாது. ബട്ട് ആൽവിൻ ട്രസ്റ്റ് മീ, ചെയ്യുന്ന ഓരോ സാധനത്തിലും ഞങ്ങൾ ഞെട്ടിക്കൊണ്ട്. But he's a school student. He's like a baby. My God, you're a teddy bear, man. സൂപ്പർ. ആൽവിൻ കിഡിലായിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഫുള്ള് സാസിന്റെ സൗണ്ട് വരുവാണെങ്കിൽ അടുത്ത നമുക്ക് വിനീതിലേക്ക് പോവാം. വിനീതിന്റെ കയ്യിൽ ഇനി കിടിലം ഐറ്റം ഉണ്ട്. എന്താണ് പുതിയതായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന സംഭവം? അതായത് തുടരും സിനിമയില് നമ്മുടെ ജോർജ് സാറിന്റെ ക്യാരക്ടർ ഇന്ദ്രൻ സേട്ടൻ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് പൊളിച്ചു. അത് പുതിയത്, ആരും ചിന്തിക്കാത്ത സാധനം. 36 കൊല്ലമായടാ ബെൻസേ ഞാൻ ഈ പോലീസിൽ. ഇതിനിടയിൽ പുറത്തറിഞ്ഞോ അറിയാത്തതുമായ പല ചെറ്റത്തരങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുമുണ്ട്. പക്ഷെ അതിലൊന്നും എനിക്ക് റിഗ്രറ്റ് ഇല്ലടാ. 2 ദിവസം കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മെഡലും വാങ്ങി ഞാൻ പുറത്തിറങ്ങുമ്പോ ഈ ജോർജ് സാറ് പഴയ ജോർജ് സാർ തന്നെയാണ്. എത്ര പേർക്ക് ഇത് വിഷ്വലി കിട്ടി? എനിക്കും കിട്ടി. എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടി. കിട്ടില്ലായിരുന്നു. ആ ഗ്യാപ്പ് ഇട്ടിട്ടുള്ള പുതിയ ഇന്ദ്രൻ ചേട്ടനും ഉണ്ട്, ലാസ്റ്റ് പഴയ ഇന്ദ്രൻ ചേട്ടനും, രണ്ടും കൂടെ മിക്സാ. ഒരെണ്ണം കൂടെ നമുക്ക് കിട്ടുമോ അങ്ങനെ? ഓക്കെ, അതായത് ബ്രഹ്മയുഗം സിനിമയില് നമ്മുടെ കുടുംബൻ പോറ്റി നമ്മുടെ റിയാസ് ഖാൻ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും കേട്ടോ. അതായത്
ഈ ബിഹേഡ് കോമ്പറ്റീഷൻ എന്നൊക്കെ പറയൂലേ, അതുപോലെ നമ്മൾ ചിന്തിക്കാത്ത സാധനം. ഓക്കെ, വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസ. വാലിക്കാരാ, അവൻ എന്താന്ന് വെച്ചാ കൊടുക്ക്. കള്ളോ കരിമീനോ കപ്പയോ കൊഞ്ചോ എല്ലാം എന്റെ ചെലവാ. എന്റെ മനക്കിൽ അടിച്ചു കയറി വാ. വളരെ നന്ദി. കിടിലം കിടിലം കിടിലം. ബാക്കിയുണ്ട്. എല്ലാം ദൈവത്തിന്റെ കൃപ. കഴിക്കാൻ ഭക്ഷണവും കിടക്കാൻ സ്ഥലവും. തേവാ, അതെല്ലാം തന്ന ഞാനല്ലേ. കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഞാനിതെല്ലാം. എന്നെ തിരിച്ചു പോകാൻ അനുവദിക്കണം. തെറ്റെന്റെ ഭാഗത്താ. നിനക്ക് പോകാൻ അനുവാദം ഇല്ല. താങ്ക് യു. ഒറ്റയടിക്ക് ആ സിനിമയുടെ ഇതേ പോയി അല്ലേ? പെട്ടെന്ന് ഈ ക്യാരക്ടറൊക്കെ വന്നപ്പോ കോമഡി പടം. ഒറ്റയടിക്ക് സിനിമ ആലപ്പുഴ കായലിന്റെ കരയിൽ പക്ഷെ ആ ബുദ്ധി കൊള്ളാമല്ലേ, ഓരോ ക്യാരക്ടറെയും കൊണ്ടുവന്നല്ലോ. നല്ല തോട്ടായിരുന്നു. കൊള്ളാം. ഇനി ചൂടോടെ അടുത്ത അപ്പം പോലെ അതാ വരുന്നു നമ്മുടെ ആൽവിന്റെ പെർഫോമൻസ്. കമോൺ. ഇനി നമുക്ക് മലയാളത്തിലോട്ടോ കുറെ നേരമായി മലയാളം ചെയ്യാത്ത. അതെ, ഓക്കെ, ഇന്ന് തന്നെ ഐശ്വര്യമായിട്ട് നസ്ലിൻ ചെയ്യാം. ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന അതിനായിരുന്നു. ആ ഭാഷയും കൂടെ കേട്ടപ്പോ അല്ലേ? ഹായ് എല്ലാവർക്കും നമസ്കാരം. അഖിലേട്ടാ നോക്കിക്കണായിരുന്നല്ലേ, ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ ശിവ ചേച്ചി സുഖല്ലേ? ആ ചേച്ചിയുടെ പേരെന്തായിരുന്നു? ബാങ്കിലിരിക്കണ അത് തന്നെ. പേരെന്തായിരുന്നു? സിയന. കൊള്ളാം. കൊള്ളാം. അല്ല, നൈസിന്റെ ഇടയിൽ കൂടെ കൊള്ളാം. ആ പേര് കിട്ടിയോ? അതുമില്ല. പെർഫോമൻസ് ആയിരുന്നോ അത്? പേരറിയാൻ ചോദിച്ചാണോ? നസ്ലിൻ വഴി ഒന്ന് ഒരു പരിചയം പരിചയപ്പെടും. അടുത്തൊരു ഫോൺ നമ്പറും കൂടെ ആയിരുന്നു. ഇനി ആണ്ട് വോയിസ് കേൾക്കാൻ അടുത്തത് നമ്മുടെ ആവേശം സിനിമയിലെ സജിൻ ഗോപു അപ്പൊ ജ്യൂസ്. അതായത് അന്നപ്പട്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബെൻറ്റുവിന്റെ ജ്യൂസ് ഇടയിൽ പാറ്റേമകൾ ചോദിക്കുന്നു. അണ്ണ ഒറ്റ പോരാണേ. അതുകൊണ്ട് അയാൾ സ്വന്തം ചെയ്യണ പോലെ കണ്ട്. പക്ഷെ അയാൾ അണ്ണനെ കൊണ്ട് കോളേജ് ചേരാൻ പൈസ മുഴുവൻ പൈസ എടുത്ത് ഒരു പൊട്ട ഷെയർ മാർക്കറ്റ് കമ്പനി 8 നില പൊട്ടി. അണ്ണന് പിന്നെ കോളേജ് ചേരാൻ പറ്റിയില്ല. പിന്നെ അണ്ണ കടയിൽ പോയി അടിപൊളി ജ്യൂസ്. ഇനി നമ്മുടെ അവിടെയോ അമീങ്കോസിലെ ആസിഫിക്ക. നമ്മുടെ മൈൻഡ് സെറ്റിലാണ് നമ്മുടെ ലൈഫിലത് പ്രശ്നം തരണില്ല. കാറ്റ് കല്ലടച്ചത് ദിക്കണം ദിക്കണം മനസ്സിലായ സംഭവിക്കണ കാര്യങ്ങൾ സംഭവിക്കണ സമയത്ത് സംഭവിച്ചോളത്. ഇപ്പൊ നമ്മനെ കണ്ടു സംഭവിച്ചു വിചാരിച്ച ഇതൊക്കെ ഒരു നിമിത്തോട് ബോസ തലയിലുള്ള കുറിച്ച് പടച്ച് പിടയ്ക്കുന്നത്. താങ്ക് യു. അപ്പൊ വിനീതേ, തിരിച്ച് നമ്മൾ വിനീതിലേക്ക് വന്നിരിക്കുകയാണ്. വിനീതിന്റെ പെർഫോമൻസ് എന്താണ് അടുത്തത്? വാരണമായിരം സിനിമയില് നമ്മുടെ സൂര്യയുടെ പകരം ഷാറൂഖ് ഖാൻ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു നമുക്ക് കേട്ടുനോക്കാം. അദ്ദേഹത്തിന്റെ ആ തമിഴൊക്കെ എങ്ങനെ സംസാരിക്കുന്നത് നമുക്ക് കേട്ടുനോക്കാം. തമിഴിലും കൂടിയാണ് സംസാരിക്കുന്നത്. തമിഴില. സൂപ്പർ സൂപ്പർ. Hey Marley, I'm Surya. Sorry, not Surya. I'm Krishnan. நான் இது சொல்லி ஆகணும். நீ அவ்வளோ அழகு. இங்க எவ்வளோ அவ்வளோ கமான் எவ்வளோ அழகு. And I think I'm in love with you. Thank you. പൊളിച്ചു. ഹാപ്പി ആയില്ലേ? ഹൗ സന്തോഷായിരിക്കണു അവർക്ക്. ഇനി എന്താ പെർഫോമൻസ് ഉള്ളേ? അതായത് ഒരു റാൻഡം ഐഡിയ എനിക്കിപ്പോൾ വന്നതാണ്. അതായത് നമ്മുടെ നരേന്ദ്രമോദിജി പിന്നെ ട്രംപും കൂടെ അവര് മലയാളത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അതും ഫോണിൽ സംസാരിക്കുന്ന എങ്ങനെയായിരിക്കും നമുക്ക് കേട്ടുനോക്കാം. ഹലോ മൈ ഫ്രണ്ട് ട്രംപ്, എന്തൊക്കെയുണ്ട്, സുഖമാണോ? മോദിജി വളരെ സന്തോഷം, എനിക്ക് വളരെ ഇഷ്ടമാണ്, ഞാനിപ്പോ കേരളത്തിലാണ്. മൈ ഫ്രണ്ട്, കേരളം ഇത്ര മനോഹരമായ സ്ഥലമാണ്. അവിടെ കുറെ എണ്ണയുണ്ട്. വാവ്, എണ്ണ എനിക്ക് വളരെ ഇഷ്ടമാണ്. I love it. I'm gonna take that. So good, so oily. Thank you. That, you know, very rarely Trump in the body language, you know, with this one. This thing. Yes. Thank you.
ഭയങ്കരമായിട്ട് വെരി നൈസ് ഒബ്സർവേഷൻ. സൂപ്പർവാണ് വിനീത്തിന്റെ. താങ്ക് യു സോ മച്ച്. സൂപ്പർ. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും നമ്മൾ ആൽവിനിലേക്ക് പോവാണ്. ഞെട്ടിക്കുന്ന പെർഫോമൻസുമായിട്ട് ആൽവിൻ. അടുത്തതായി നമുക്ക് റാപ്പർ ഫെജോ. ഫെജോ. This is Mallu rapper Fejo. കൂടെയുണ്ട് ജെഫിൻ. എന്റെ ഡിക്കൊരായിരം മോറ. എന്റെ പൊന്നെ, കറക്റ്റ് ഫെജോ. ഇത് ഒരു സെക്കൻഡിലാണ് കേട്ടോ മാറുന്നത്. ജസ്റ്റ് ഒന്ന് ഒരു പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല. വെരി നൈസ്. എന്താ അറിയോ, ഒരു സൈഡിൽ ഒരു സയന്റിസ്റ്റും ഒരു സൈഡിൽ ഒരു പെർഫെക്ഷനിസ്റ്റും. അവിടെ കണ്ടുപിടിച്ച് ഞെട്ടിച്ചോണ്ടിരിക്കുന്നു. അപ്പുറത്ത് പ്രാക്ടീസ് ചെയ്ത് പെർഫെക്ഷനും. അടിപൊളി. ശരിക്കും വിനീത് എന്താ ചെയ്യുന്നത്? IT ആണോ? ഞാൻ ബാംഗ്ലൂരിൽ IT കമ്പനി. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഈ ഒരു സമയമൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു പ്രാക്ടീസ് ചെയ്യാനോ? അതിങ്ങനെ ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ പിന്നെ വീക്കെൻഡ്സിൽ ചുമ്മാ ഇങ്ങനെ ചെയ്യാറുണ്ട് പ്രാക്ടീസ്. അപ്പൊ ഇത് ഓൾറെഡി മനസ്സിലുണ്ട് ഇങ്ങനെ നമുക്ക് പോണം എന്നുള്ളത്? ചെറുതായിട്ട്. കാരണം അല്ലെങ്കിൽ ലോഗൗട്ടൊക്കെ ചെയ്യുന്ന സാധനം എല്ലാം ഉറങ്ങും, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുക, വീക്കെൻഡ്സ് പാർട്ടി എന്നൊക്കെ പറഞ്ഞു പോകുന്ന മൂഡിൽ നിൽക്കുമ്പോൾ വിനീത് ബാംഗ്ലൂർ പോലത്തെ ഒരു സ്ഥലത്ത് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് ഗ്രേറ്റ് തിങ്. അല്ല, അപ്പൊ ഈ സ്കില്ല് നിങ്ങളുടെ വൈഫോ അമ്മയ്ക്കോ അച്ഛനോ വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടോ? അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു. പണ്ട് സ്കൂൾ ടൈമിലൊക്കെ അച്ഛൻ ഡ്രാമയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മയും ചെറുതായിട്ടൊക്കെ ഈ കോൺവെർസേഷൻസിലൊക്കെ ഒരു വ്യക്തി എങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കും. അപ്പൊ കല്യാണം കഴിച്ചു കഴിഞ്ഞ വൈഫിന്റെയോ? വൈഫ് ഷീസ് എ വെരി ഗുഡ് ആർട്ടിസ്റ്റ്. അല്ല, പക്ഷെ വൈഫിനോട് ഏത് ക്യാരക്ടർ പിടിച്ചിട്ടാ നിങ്ങൾ മ്യാവ് എന്നാണോ? അല്ല, എന്റെ വൈഫിന്റെ ഫേവറേറ്റ് ആക്ടർ ഋതിക് റോഷനാ. അപ്പൊ എപ്പോഴും ഋതിക് റോഷന്റെ ശബ്ദത്തിൽ ചിലപ്പോൾ സംസാരിക്കും. അപ്പൊ എന്തെങ്കിലും 36 ദേഷ്യം വന്നാൽ ഏത് രീതിയിലാണ് നിങ്ങൾ മണിയടിക്കുക? ഈ ഋതിക് റോഷന്റെ സൗണ്ടിലാണോ? നമ്മൾ യൂഷ്വലി വടക്കുണ്ടാക്കുമ്പോൾ ഒരു റീസെന്റ് വടക്കുണ്ടാക്കിയ സമയത്ത് ഒരു ചെറിയ ആർഗ്യുമെന്റ് സമയത്ത് ഞാൻ ഒരു ഡയലോഗ് അടിച്ചായിരുന്നു. ഫണി മേരെ ഫോൺ ഉഠാ കെ ഫേക്ന വാസ് നോട്ട് ഫണി. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറഞ്ഞു കൊട്ടാറുണ്ട്. ഇമോഷൻ വിടാനും പറ്റില്ല, ചിരിക്കുകയും ചെയ്യണം. ഇതാണല്ലേ ന്യൂജൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ആൽവിന്റെ വീട്ടിലായിരിക്കും ആൽവിൻ? എന്റെ വീട്ടില് അപ്പ, അമ്മ, അനിയത്തി. അനിയത്തി മിമിക്രി ഒക്കെ ചെയ്യാറുണ്ടോ? ഇടക്ക് അത് അല്ല, അവളെ എന്നെ കണ്ടിട്ട് എന്നെ പോലെ തന്നെ ചെയ്തു നോക്കാറുണ്ട്. എന്നാലും രണ്ടുപേരും കിഡിലായിട്ട് ടാലന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരാൾ പഠിക്കുവാണെങ്കിൽ വേറൊരാൾ പ്രൊഫഷന്റെ കൂടെ തന്നെ ഇത് കൊണ്ടുപോകാന്ന് പറയുന്നത് റിയലി ഗുഡ് തിങ്. അപ്പം താങ്ക് യു സോ മച്ച് ഗൈസ്. കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ വന്നതിന് രണ്ടുപേർക്കും താങ്ക് യു സോ മച്ച്. നല്ലൊരു ഗൈഡ് കൊടുക്കും. താങ്ക് യു ഫോർ എന്റർടൈനിങ്. നമ്മൾ വീണ്ടും കാണും, നമ്മൾ വീണ്ടും സോഷ്യൽ മീഡിയ കാണും, ലൈക്ക് അടിക്കും. ഇനി നമ്മൾ എല്ലാവരും കാത്തിരുന്ന പോലെ ആ ഒരു പെർഫോമൻസ് ആണ് കാണാൻ പോകുന്നത്. അരുണിമ ടീച്ചറും ടീച്ചറിന്റെ പിള്ളേരും റെഡിയാണോ? യെസ് റെഡി. അടിപൊളിയായിട്ട് ഇവിടെ പെർഫോം ചെയ്യണം. നല്ല തകർപ്പൻ പാട്ടിന്റെ ഡാൻസ്. ഞങ്ങളും അതിനനുസരിച്ച് തുള്ളാൻ റെഡിയാണ്. ഓക്കെ, കം ഓൺ ഗൈസ്. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക, രംഗവേദി മംഗളാരവം ദ്രുതതാളം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക, രംഗവേദി മംഗളാരവം ദ്രുതതാളം. തരള മധുര മുരളി ഉണര്, പ്രണയഭരിത കവിതയുണര്, മനസ്സു നിറയും അതുല ഹരിത മതമഹോത്സവം. വരവീണകൾ മൃദുവാണികൾ മതമൊടു തിരുവടി തൊഴുതട്, ശ്രുതി ചേരണ മലിമോണതിൽ അനുപദമഴകായി മറിമുഖി മമ സഖിമയിൽ നടയിവളുടെ നടനം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക, രംഗവേദി മംഗളാരവം ദ്രുതതാളം 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 ദ്രുതതാളം.
താളത്തിലെ കാറ്റിൻ കൊഞ്ചലോ പെണ്ണേ നീ കണ്ണേ താമരേ കാതിൽ തേന്മഴേ കണ്ടം പുട്ടടി പൂഞ്ചോലേ Thank you so much. Marvelous. Plastic. അഖിലേട്ടാ അയ്യോ കിട്ടില്ലായിരുന്നു, ഒന്നും പറയാനില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ആ എനർജി ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു. ടീച്ചർ ക്ലാസിക്കൽ ഡാൻസ് ടീച്ചർ എന്നല്ലേ പറഞ്ഞത്, പക്ഷേ സിനിമാറ്റിക് കളിച്ചപ്പോഴേ ആ ഒരു ഫ്ലേവർ ഇല്ലേട്ടാ, പക്കാ റാപ്പ്. അതെ, ഈ നമ്മള് തമിഴിലൊക്കെ കളിക്കില്ല, രശ്മിക മന്ദനെ കളിക്കില്ല, ഇവിടെ ചുറ്റി വെച്ചിട്ട് അതൊക്കെ പോലെ. താങ്ക് യു സോ മച്ച്. പിള്ളേരും കിഡിലായിരുന്നു, നിങ്ങളും ഭയങ്കര അടിപൊളിയായിരുന്നു. ആ എനർജി, ടീച്ചറിന്റെ എനർജി നിങ്ങൾക്ക്, നിങ്ങളുടെ എനർജി ടീച്ചറിന്, അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആയിരുന്നു. അതെ, എല്ലാം സൂപ്പർ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ പിള്ളേരുടെ ഭാഗ്യമാണ്. കാര്യം ഇതുപോലെ പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ കൂടെ വന്ന് ഒരു TV പ്രോഗ്രാമിൽ വന്ന് ഡാൻസ് ചെയ്യാൻ പറ്റുക, ഭയങ്കര ലക്കിയാണ് നിങ്ങള്. ശ്രീജിജി, നമുക്കൊരു തീരുമാനം എടുക്കേണ്ട സമയമായിരിക്കുന്നു. കാരണവന്മാരെ നമ്മൾ വേണം അത് തീരുമാനം എടുക്കാൻ വേണ്ടി. അതായത് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ ആരാന്നുള്ളത് നമുക്ക് പ്രഖ്യാപിക്കാനുള്ള ടൈമായി. എനിക്ക് ഒരു ഡൗട്ടില്ല, ഞാൻ സ്റ്റേജിൽ പോട്ടെ. ഞാനും വരാം. വാ, എനിക്ക് ഇന്നത്തെ എസ്പെഷ്യലി ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ ഭയങ്കര ഒരു ഐ എം ഫീലിംഗ് വെരി ഓണേർഡ്. ബിക്കോസ് നമ്മളൊരു ടീച്ചർ, നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ, നമ്മുടെ ഒരു ഗൈഡ്, നമ്മുടെ ഒരു മോട്ടിവേഷൻ, നമ്മുടെ എല്ലാം ഇൻസ്പിറേഷനായ ഒരു ആൾക്ക് നമ്മൾ ഈ ഒരു കിരീടം കൊടുക്കാന്ന് പറഞ്ഞാൽ ഐ ആം ഫീലിംഗ് വെരി ഓണേർഡ്. സൂപ്പർ, താങ്ക് യു, താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ എത്ര വട്ടം ഗോവിന്ദോ അത് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ഒരു പറയാൻ പറ്റില്ല. ആ ഒരു പ്രായത്തെ എത്രയോ വട്ടം TV വരുമ്പോൾ ഓടി വന്ന് കാണുമായിരുന്നു മാമിൻ്റെ. സീരിയസ്ലി, അത് മാത്രമല്ല ഒരുപാട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്, ബട്ട് ഇറ്റ്സ് ലൈക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ്. ഒരു സമ്മാനം കൂടിയുണ്ട്, ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ കൂടിയുണ്ട്. ഇത് പിള്ളേർക്ക് കൊടുത്തോ. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഇനിയും വൈറൽ ആവട്ടെ, ഇനിയും ഡാൻസ് കളിക്കട്ടെ. അല്ല, ടീച്ചറിന് രണ്ട് കാര്യത്തിൽ നിന്ന് ഭയങ്കരമായിട്ട് സന്തോഷം. കാര്യം ചെറുപ്പത്തിൽ ടീച്ചർ ഒരുപാട് കണ്ട ശ്വേത ചേച്ചിക്കൊപ്പം ഫ്ലോറിൽ നിൽക്കാൻ പറ്റി. രണ്ട്, ടീച്ചറിന് അത്രയും ഇഷ്ടപ്പെടുന്ന ടീച്ചറിന്റെ സ്വന്തം മക്കളെ പോലത്തെ പിള്ളേരുടെ കൂടെ ടീച്ചർ നിൽക്കണം. സത്യം സത്യം. I am grateful and I am so blessed. Thank you. കിടിലം, പിള്ളേരും കിടിലം. അപ്പൊ എന്തായാലും ടീച്ചറെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് സെന്റ് തെരേസാസ് ടീമിന് താങ്ക് യു സോ മച്ച്. പെട്ടെന്ന് ഇമോഷണൽ ആയി പോയി. മെൽവി, ഡൽഹിയിൽ നിന്ന് വന്നിട്ട് കരയല്ലേ മെൽവി? ഞങ്ങളെ കരയിപ്പിക്കില്ലേ? ചിരിപ്പിച്ച് അവതാരം കരയിപ്പിച്ചു. അതെ, ഡൽഹിയിൽ നിന്ന് സെന്റ് തെരേസാസിൽ പഠിക്കാൻ വന്നു. ഇപ്പൊ തൽക്കാലം കുറച്ച് എയറിലായിട്ട് നിൽക്കുകയാണ് മെൽവി. ബട്ട് വി ആർ സോ ഹാപ്പി. മക്കളെ, നിങ്ങൾ എല്ലാവരും കിടിലമായിരുന്നു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. പ്രേക്ഷകരെ, നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം കാണാൻ മതിരിക്കും. ബൈ ഫ്രം കോമഡി മാസ്റ്റർ.